ഇത് ഭ്രമയുഗ, കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം. എന്റെ മോനെ കിടിലനൊരു ട്രെയിലർ. അവസാനത്തെ സീൻ ശരിക്കും ഞെട്ടിച്ചു. അബ്സല്യൂട്ട് മാഡ്നസ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു രാഹുൽ സദാശിവന്റെ. അതിലായിട്ട് പറയുന്നത് ബ്രഹ്മയുഗം ഭൂതകാലം പോലൊരു ഹൊറർ പടം അല്ലെന്നാണ്. ഭൂതകാലം ഇറ്റ്സ് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫിലിം. ബട്ട് അതിൻ്റെ ഒരു അത് കണ്ടവർ ഇതും ഈ ഭ്രമയുഗം മേ ബി ഇതും കൂടുതൽ പേടിപ്പിക്കും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. ബട്ട് ഐ ഹാവ് ടു സേ ദാറ്റ് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഹൊറർ. ഇറ്റ്സ് നോട്ട് എ പാരനോർമൽ ഹൊറർ. ഇറ്റ്സ് മോർ ഓഫ് മിസ്റ്ററി സസ്പെൻസിലൊക്കെ നിൽക്കുന്ന ആ സ്പേസിൽ നിൽക്കുന്ന ഒരു ഫിലിമാണ്. ആൾക്കാരെ ഇങ്ങനെ പറഞ്ഞ് പറ്റിക്കരുത്. ആ ഒരു അവസാനത്തെ സീൻ ഒന്ന് ആലോചിച്ച് നോക്കിയ തിയേറ്റർ എക്സ്പീരിയൻസ്. ഹൊറർ ഉണ്ട് ഇതിനകത്ത്, പക്ഷെ ഹൊറർ മാത്രമല്ല, വേറെയും കുറേ കാര്യങ്ങളുണ്ട്. ട്രെയിലർ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. അപ്പൊ ഇന്ന് ഭ്രമയുഗത്തിന്റെ ട്രെയിലർ ഹിഡൻ ഡീറ്റെയിൽസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നേരെ പോയേക്കാം. ആദ്യം തന്നെ നമുക്ക് ടൈറ്റിൽ നോക്കാം. ഭ്രമയുഗം, ദ ഏജ് ഓഫ് മാഡ്നസ്. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഭ്രാന്തിന്റെ കാലം, ഭ്രാന്തിന്റെ പ്രായം എന്നൊക്കെയാണ്. പിന്നെ ഭ്രമയുഗം ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് 4 യുഗങ്ങളിൽ ആദ്യത്തേതാണ് ഭ്രമയുഗം. അങ്ങനെയാണെങ്കിൽ ട്രെയിലറിൽ ഈ ഒരു സീനിലായിട്ട് മമ്മൂക്ക് പറയുന്നതായിട്ട് കണക്ട് ആവുന്നുണ്ട്. പിന്നെ മമ്മൂക്ക് ഇതിലൊരു ആത്മാവായിട്ടാണോ ഉള്ളത് എന്നൊക്കെ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട്. അതിന് കാരണം ആ ഒരു മന ട്രെയിലറിലായിട്ട് കാണിക്കുമ്പോൾ അത് താമസയോഗ്യമായിട്ട് തോന്നിയില്ല. മാറാലയും കാര്യങ്ങളൊക്കെ പിടിച്ച് കിടക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒരു മനയ്ക്ക് കാവൽ നിൽക്കുന്ന ഒരു ആത്മാവായിട്ടായിരിക്കാം മമ്മൂക്കയുടെ ക്യാരക്ടറെ കാണിച്ചിരിക്കുന്നത്. പിന്നെ മമ്മൂക്കയെയും അർജുൻ അശോകിന്റെ ക്യാരക്ടറെയും മാത്രമാണ് ട്രെയിലറിലായിട്ട് ഒരുമിച്ച് കാണിക്കുന്നത്. മേ ബി അതിനർത്ഥം അർജുൻ അശോകിന്റെ ക്യാരക്ടർ മാത്രമാണോ മമ്മൂക്കയുടെ ക്യാരക്ടറെ കാണാൻ പറ്റുന്നത്? മേ ബി അതിനും ചാൻസ് ഉണ്ടല്ലോ. ആ ഒരു ടീസറിലായിട്ട് എൻ്റെ മനക്കിലേക്ക് സാധ്യത എന്ന് പറയുന്നത് അർജുൻ അശോകിന്റെ കഥാപാത്രത്തോടായിരിക്കാം, മേ ബി അങ്ങനെയാണെങ്കിൽ. പിന്നെ ഈ ഒരു സിനിമയിൽ പകിടകളിക്ക് നല്ല ഇമ്പോർട്ടൻസ് ആണ് എന്നുറപ്പാണ്. അത് മാത്രമല്ല, അതൊരു ലൂപ്പിലായിട്ട് കാണിക്കുന്നുണ്ട്. മേ ബി അതൊരു ലൂപ്പിൽപ്പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ ഇത് നടന്നുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമായിരിക്കാം. അതായത് ഈ പകിട കളിച്ച് ജയിക്കുന്ന ആൾക്ക് അവിടെയുള്ള ട്രഷറോ കാര്യങ്ങളോ എന്തെങ്കിലും പ്രൈസ് പോലെ വെച്ച് കാണും. അതുകൊണ്ട് നിരന്തരമായിട്ട് കളിക്കുന്നതുകൊണ്ടായിരിക്കാം ട്രെയിലർ ഇങ്ങനെ തുടർച്ചയായിട്ട് പറയുന്നത്. പക്ഷെ ഓരോ പ്രാവശ്യം പറയുമ്പോഴും ആ ഒരു ടോൺ മാറുന്നത് ശ്രദ്ധിച്ചോ? പല പ്രാവശ്യമായിട്ട് പറയുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അർജുൻ അശോകിന്റെ ക്യാരക്ടർ ഇത് പലപ്പോഴായിട്ട് പറയുന്നതാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അർജുൻ അശോകിന്റെ ക്യാരക്ടർ ചിലപ്പോൾ എവിടെ നിന്നെങ്കിലും രക്ഷപ്പെട്ട് ആ മനക്കിൽ പെട്ടുപോകുന്നതായിരിക്കാം. പിന്നെ അവിടെ നിന്ന് പുറത്തിറങ്ങാത്ത രീതിയിൽ പെട്ടതുകൊണ്ടായിരിക്കാം ട്രെയിലറിൽ കാണിച്ച പോലെ ഞെട്ടിയൊക്കെ എഴുന്നേൽക്കുന്നത്. പിന്നെ ട്രെയിലറിലായിട്ട് നല്ലതുപോലെ മഴ പെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. അത് 2 സീനിലായിട്ട് എടുത്ത് കാണിച്ചിട്ടുണ്ട്. മേ ബി നല്ല ഇമ്പോർട്ടൻസ് കാണാൻ ചാൻസ് ഉണ്ട്. ഇതിന് മാത്രമല്ല, ടീസറിൽ കാണിച്ചൊരു വെള്ളച്ചാട്ടം ഉണ്ടല്ലോ അതിനും. പിന്നെ റിയൽ ലൈഫ് ക്യാരക്ടറായ പുഞ്ചോൻ ബോറ്റയുടെ ഒരു ക്യാരക്ടറൈസേഷൻ ആണ് മമ്മൂക്കയുടെ ക്യാരക്ടർ എന്ന് കേട്ടിരുന്നു. ഈ ഒരു ട്രെയിലർ കണ്ടിട്ട് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ആ ഒരു വൈബൊക്കെ അടിക്കുന്നുണ്ട്. പിന്നെ ഹിന്ദു മിത്തോളജി ആയിട്ട് നല്ല കണക്ഷൻ കാണാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതിനു മുമ്പും ഈ ഒരു പോസ്റ്ററൊക്കെ ഡീറ്റെയിൽ ചെയ്തൊരു കാര്യം തെയ്യായിട്ടുള്ള കണക്ഷനൊക്കെയാണ്. അതുപോലെ ട്രെയിലർ കണ്ടിട്ട് ഹിന്ദു മിത്തോളജി പരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ട്രെയിലർ കണ്ടിട്ട് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ. ഇതിൽ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.